നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിനെ മുച്ചൂടും മുടിച്ചേ നെതന്യാഹു മടങ്ങൂ. ഗാസ പൂർണ്ണമായും പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹു നടത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ തല പുറത്തേക്കിട്ടിരിക്കുകയാണ് യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിനേറ്റ വലിയ ഒരു അടിയുണ്ട്. യഹ്യ സിൻവറിന്റെ മൃതശരീരം ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. അത് ടെൽ അവീവിലാണ്. ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മുഹമ്മദ് സിൻവാറിന്റെ വെല്ലുവിളി. മുഹമ്മദ് സിൻവാർ പറയുന്നത് IDF തന്നെ യഹ്യ സിൻവറിന്റെ മൃതശരീരം ഗാസയിൽ എത്തിക്കും എന്നാണ്. അങ്ങനെ ഒരു വെല്ലുവിളിയാണ് മുഹമ്മദ് സിൻവാർ നടത്തിയിരിക്കുന്നത്. അതിനുള്ള പണി ഞങ്ങൾക്കറിയാം എന്നാണ്. അതായത് ബന്ദികളെ വെച്ച് വിലപേശാൻ തുടങ്ങിയിരിക്കുന്നു ഹമാസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 101ഓളം ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ പക്കലുള്ളത്. ഇവരെ മടക്കി കൊണ്ടുവരാനുള്ള യുദ്ധമായിരുന്നല്ലോ തുടങ്ങിയത്. എന്നാൽ 1 വർഷമായിട്ടും ഇവരെ തിരികെ കൊണ്ടുവരാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ നാണക്കേടായി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായി നെതന്യാഹുവിന് മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ മുഹമ്മദ് സിൻവാർ രംഗത്തേക്ക് വന്ന് അവരെ മുൻനിർത്തി, അതായത് ഈ ബന്ദികളെ ആയുധമാക്കി ഇസ്രയേലിനെ വരുതിയിലാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നെതന്യാഹു വഴങ്ങില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയവും. ഈ 1 വർഷമായും ഇസ്രയേൽ യുദ്ധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ മാത്രമല്ല ഈ യുദ്ധം തുടങ്ങിയത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, പശ്ചിമേഷ്യയിലെ തീവ്രവാദം അവസാനിപ്പിക്കുക എന്നുള്ളതുകൂടി നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങളിലുണ്ട്. കാരണം ഇക്കൂട്ടർ ഇറാനും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിലുള്ളവരും ജീവനോടെ ഇരുന്നാൽ മുൻപോട്ടുള്ള ഇസ്രയേലിന്റെ ഭാവിക്ക് അത് തടസ്സമാണ് എന്നുള്ള ബോധ്യം നെതന്യാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഈ യുദ്ധം കൊണ്ട് ഇവരെ എല്ലാം തീർത്തുകെട്ടാൻ തുനിഞ്ഞിറങ്ങിയത്. എന്നാൽ മുഹമ്മദ് സിൻവാർ ആകട്ടെ യഹ്യ സിൻവറിന്റെ മൃതശരീരം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അലയുന്നു എന്നാണ് ഹമാസുകളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അവർക്ക് ആവശ്യം യഹ്യ സിൻവറിന്റെ മൃതശരീരമാണ്. അതിനെ അവരുടെ മതരീതിയിലുള്ള എല്ലാ ചടങ്ങുകളും നടത്തി സംസ്കരിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം യഹ്യ സിൻവറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാസയിൽ തന്റെ ജീവൻ പൊലിയണമെന്നുള്ളതും ഗാസയിൽ തന്നെ തന്റെ മൃതശരീരം അടക്കം ചെയ്യണം എന്നുള്ളതും. യഹ്യ സിൻവറിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹമാസിന്റെ മറ്റ് നേതാക്കളെ പോലെ ആയിരുന്നില്ല. മറ്റു നേതാക്കളൊക്കെ ഖത്തറിൽ സുഖജീവിതം നയിക്കുമ്പോൾ യഹ്യ സിൻവർ ഗാസയിൽ തുരങ്കങ്ങളിൽ തന്നെയായിരുന്നു. ഈ തുരങ്കങ്ങളിൽ നിന്ന് മറ്റെവിടേക്കും പോകാൻ യഹ്യ സിൻവർ തയ്യാറായിരുന്നില്ല. ഗാസയിൽ തന്നെ ആയിരുന്നു ജനിച്ചു വീണതും, ഗാസയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ഗാസയിലെ മണ്ണിനോടൊപ്പം അലിഞ്ഞു ചേരാൻ യഹ്യ സിൻവറിന്റെ ബോഡിക്ക് കഴിഞ്ഞിട്ടില്ല. യഹ്യ സിൻവറിന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സഹോദരൻ മുഹമ്മദ് സിൻവാർ. എന്നാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ഗാസയിൽ നെതന്യാഹു വന്നിറങ്ങിയതാണ് ഹമാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നെതന്യാഹു വന്നിറങ്ങിയത് മാത്രമല്ലല്ലോ, ഗാസ ഞങ്ങൾ പിടിച്ചുവെന്നും ഹമാസ് ഇനി ഇല്ല എന്നുള്ള പ്രഖ്യാപനവുമാണ് നെതന്യാഹു നടത്തിയത്. അത് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഗാസ തങ്ങളുടെ കൈവിട്ടു പോയോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത്. പക്ഷേ ഗാസ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള പ്രഖ്യാപനം ഹമാസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായുള്ളത് 2 കാര്യങ്ങളാണ്. 1, ഗാസ തിരികെ പിടിക്കണം. 2, യഹ്യ സിൻവറിന്റെ മൃതശരീരം തിരികെ കിട്ടണം. ഇതിനുവേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകും എന്നുള്ള പ്രഖ്യാപനമാണ് ഹമാസിന്റെ തലവൻ ആകാൻ പോകുന്ന അത്തരത്തിലൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുഹമ്മദ് സിൻവാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലസ്തീൻ എൻക്ലേവിലെ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ബന്ദികളാക്കിയിട്ടുള്ള തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന നടപടി ഇസ്രയേലുമായി ഉണ്ടാകില്ല എന്നാണ് ഹമാസിന്റെ ആക്ടിംഗ് ഗാസ മേധാവി ഖലീൽ അൽ ഹയ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിക്കാതെ തടവുകാരുടെ കൈമാറ്റം സാധ്യമല്ല എന്നും ഹയ്യ ഗ്രൂപ്പിന്റെ അൽ അക്സ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഗ്രൂപ്പിന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടികളാണ് ഇസ്രയേൽ ഇനി നേരിടാൻ പോകുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ്
ഖലീൽ നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഹമാസിന്റെ പ്രഖ്യാപനങ്ങൾ, അതായത് ഹമാസ് പൂർണ്ണമായും ഇല്ലാതായി അവരുടെ ശക്തി ക്ഷയിച്ചു എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം ഹമാസിന്റെ നേതാക്കൾ പ്രഖ്യാപനവുമായി വന്നിരുന്നു. അത് നെതന്യാഹുവിന്റെ ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് ഹമാസ് പ്രഖ്യാപിച്ചത്. മാർച്ചിൽ ഹമാസിന്റെ അടുത്ത തലവനെ പ്രഖ്യാപിക്കാൻ പോകുകയാണ് എന്നും കാത്തിരുന്നോളൂ എന്നുമാണ് നെതന്യാഹുവിനുള്ള മുന്നറിയിപ്പായി ഇവർ പറഞ്ഞിരിക്കുന്നത്. 3 പേരുടെ പേരുകളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. സാധ്യതയുള്ള പട്ടികയിൽ ഖത്തർ ആസ്ഥാനമായുള്ള സിൻവാറിന്റെ ഡെപ്യൂട്ടി ഖലീൽ അൽ ഹയ്യാണ് ഉള്ളത്. മറ്റൊന്ന് 1996 മുതൽ 2017 വരെ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയെ നയിച്ച ഖാലിദ് മിഷാൽ. മറ്റൊന്ന് യഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ എന്നിവരാണ്. ഇതുമാത്രമല്ല, ഹമാസിനെ ഇല്ലാതാക്കി എന്നുള്ളത് നെതന്യാഹുവിന്റെ വെറും സ്വപ്നം മാത്രമാണ് എന്ന് മുഹമ്മദ് സിൻവാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വ്രണപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾക്കിടയിലും മാർച്ചിൽ ഞങ്ങൾ പുതിയ മേധാവിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മറുപടി. യഹിയ സിൻവർ ഞങ്ങൾക്ക് ഹീറോയാണ്. ഇസ്രയേലി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവം പലസ്തീനിലും അവരെ പിന്തുണയ്ക്കുന്നവരിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്, സമ്മതിച്ചു. പക്ഷേ ആ ഊർജം ഇതുവരെ അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. യഹിയ സിൻവർ കൊളുത്തിവിട്ട തീ ഒരു കാലത്തും അണയാൻ പോകുന്നില്ല എന്നാണ് മുഹമ്മദ് സിൻവാർ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്. യഹിയ സിൻവറിനെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായാണ് ഇസ്രയേൽ കാണുന്നത്. സിൻവാറിന്റെ കൊലപാതകത്തോടെ ഗാസയും പ്രദേശവും കൂടുതൽ സുരക്ഷിതമായ സ്ഥലമാകും എന്നാണ് ഇസ്രയേൽ കണക്ക് കൂട്ടിയത്. എന്നാൽ സിൻവാറിന്റെ വധം ആ പ്രദേശങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയും എന്നത് ഇസ്രയേലിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് ഇപ്പോൾ ചില ഹമാസിനെ അനുകൂലിക്കുന്ന വിദഗ്ധരും പറയുന്നത്. സിൻവാറിന്റെ കൊലപാതകം ആ പ്രദേശങ്ങളിൽ വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഗാസയിലെ ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഹമാസിനെ വളരെയധികം ആശ്രയിക്കുന്നു. അവരുടെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡ്സ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് യുദ്ധം കൊണ്ട് എല്ലാം നശിച്ചവരെ ചേർത്ത് പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ഉള്ളിലേക്ക് യഹിയ സിൻവർ പകർന്ന തീ പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും യഹിയ സിൻവറിന്റെ കഥകൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇസ്രയേൽ കരുതണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് മുഹമ്മദ് സിൻവാർ കൊടുത്തിരിക്കുന്നത്. സിൻവാർ കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ വെസ്റ്റ് ബാങ്ക് ഹമാസിനും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും പ്രദേശത്ത് സെല്ലുകൾ സ്ഥാപിച്ച് ഇസ്രയേൽ സുരക്ഷാ സേനയെ സുരക്ഷിതമായി നേരിടാമെന്നാണ് ഹമാസ് പക്ഷേ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഈ പ്രദേശത്തുള്ളിടത്തോളം കാലം ഹമാസ് പോലെയുള്ള സംഘടനയ്ക്ക് ഒളിപ്പോരിനി അത്ര സാധ്യമാകില്ല എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഹമാസ് സംഘടനയുടെ നഖം മുറിച്ച് അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിദഗ്ധർ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി, ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാമെന്ന് അവർ കരുതിയതെങ്കിൽ ഇസ്രയേൽ സൈന്യത്തിന് അതിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹമാസ് കൊടുക്കുന്ന മറുപടി. ഒരു തല പോയാൽ 1000 തല വീണ്ടും വരും. ഞങ്ങളുടെ ഈ ആശയം ഇല്ലാതാക്കാനും ഞങ്ങളുടെ രാജ്യം പിടിച്ചടക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് കരുതരുത് എന്നാണ് ഇസ്രയേലിനോട് മുഹമ്മദ് സിൻവാർ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് സിൻവാർ പറയുകയും ചെയ്യുന്നുണ്ട്, യഹിയ സിൻവറിന്റെ മൃതദേഹം IDF തന്നെ ഇവിടെ തിരികെ എത്തിക്കും എന്നും അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്കറിയാമെന്നുമാണ്. ഇവർ ഈ വെല്ലുവിളിക്കുമ്പോൾ ബന്ദികളുടെ അവസ്ഥ എന്താകും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ബന്ദികളെ മുൻനിർത്തിയാണ് ഇപ്പോൾ വിലപേശൽ നടത്തുന്നത്. എന്നാൽ എല്ലാത്തിനെയും കത്തിക്കും എന്നുള്ള മറുപടിയാണ് ഇസ്രയേലിൽ നിന്ന് പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ബന്ദികളിൽ ചിലർ സിറിയയിലുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സിറിയയിൽ കനത്ത ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.